അങ്ങനെ വീട്ടിലെ കല്യാണം ഏകദേശം കരക്കെത്തിച്ചു. ഇനി മറ്റൊരു കല്യാണമുണ്ട്, സ്വന്തം വീട്ടിലെ പോലെ തന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയൊരു കല്യാണം. അപ്പൊ കല്യാണം മറ്റാരുടെയല്ല, എൻ്റെ മിസ്സിന്റെ മകളുടെ കല്യാണമാണ്. മിസ്സിന്റെ മകൾ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ സ്വന്തം അനുജത്തി തന്നെയാണ് അമ്മു. അമ്മുവിന്റെ കല്യാണം വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കും രാഗേന്ദുവിനും ആയിരുന്നു. ഏകദേശം അമ്മു ഒരു 8ൽ 9ൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അന്ന് മുതൽ ഇപ്പോൾ അവൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ല പ്രായമുണ്ടെന്ന്, എന്നാൽ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് അത്രത്തോളം വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങളുടെ ബന്ധത്തിന്. അങ്ങനെ കാത്തിരുന്ന് അമ്മുവിന്റെ കല്യാണം എത്തിയേക്കാണ്. അപ്പൊ പിന്നെ അടിച്ചു പൊളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത്രയും നാളും മിസ് ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. തിരിച്ചൊരു ചേഞ്ചിന് ഇത്തവണ ഞങ്ങളാണ് മിസ്സിനെയൊക്കെ ഡാൻസ് പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുന്നത്. അങ്ങനെ ഇന്നാണ് കല്യാണ തലേന്നത്തെ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഒത്തിരി പരിപാടികളുണ്ട്. മെയിൻ ഹൈലൈറ്റ് മിസ്സിന്റെ ഫ്രണ്ട്സിന്റെയും വക അമ്മുവിന് വേണ്ടി സ്പെഷ്യൽ മംഗള തിരുവാതിര. ഇനി അത് കഴിഞ്ഞ് ഞങ്ങളുടെയും ഈ കൊച്ചു മിടുക്കിയുടെയും ഒരു ഡാൻസുകളുടെ പരിപാടി അല്ലാതെ വേറെയും പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ മിസ്സും സാറൊക്കെ നമ്മുടെ കൂടെ കയറുന്നതുകൊണ്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്കാണെന്ന് തോന്നുന്നു. സ്റ്റേജിൽ കയറേണ്ടതുകൊണ്ട് തന്നെ സാറിനും മിസ്സിനൊക്കെ അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. എക്സാം ഹാളിൽ കയറുമ്പോൾ ഞങ്ങളിരുന്ന് ടെൻഷൻ അടിക്കുന്ന പോലെ. അങ്ങനെ ആദ്യം തന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൊച്ചിനെ സ്റ്റേജിൽ കയറ്റി. ഇനിയാണ് കുട്ടിയുടെ അമ്മയുടെയും അമ്മയുടെ കൂട്ടുകാരുടെയും അഴിഞ്ഞാട്ടം. എന്താവോ എന്തോ. അങ്ങനെ വിചാരിച്ചത്ര കൊളമായില്ലെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം പണിയെടുത്തുകൊണ്ട് നല്ല രീതിക്ക് വിയർത്തു. പിന്നെ പരിപാടി ഉള്ളത് കൊണ്ടാണ് അന്നവിചാരം കുറച്ച് പുറകിലേക്ക് വെച്ചത്. ഇനിയിപ്പോൾ അതിന്റെ കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ. വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെറൈറ്റീസ് ഒരുപാട് ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ മിസ് ഞെട്ടിച്ച് കളഞ്ഞു. നല്ല അടിപൊളി വെറൈറ്റീസ്, സൂപ്പർ ഫുഡും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പരിപാടി ഏകദേശം സൈഡാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകും.